ഹായ് ഹലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പഴനുറുക്കാണ്. നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴമാണ് ഇതിനാവശ്യം. അത് നിങ്ങളുടെ രീതി അനുസരിച്ച് അരിയുക. അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. വെന്തതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ സാധാരണ ഏത്തപ്പഴം അങ്ങ് കല്ലുപോലെ ആകും. അതുകൊണ്ടാണ് നല്ലതുപോലെ വേവിക്കാൻ പറഞ്ഞത്. അതിനുശേഷം ഏലക്കാപ്പൊടി, ചുക്കുപൊടി എന്നിവ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണം. നെയ്യ് ചേർത്ത് നെയ്യ് ഒന്ന് ചെറുതായി മെൽറ്റായി വരുമ്പോഴത്തേക്ക് മധുരത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കുക. മധുരം കൂടുതലാണെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതുപോലെ തിളച്ച് പറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. 10 മിനിറ്റിനുള്ളിൽ റെഡിയാവുന്നൊരു സാധനമാണ് ഈ പഴനുറുക്ക്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ ഇത് ഇരിക്കും തോറും കുറുകി വരും. ഇത് നല്ല പുട്ടിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ വെറുതെ കഴിക്കാനും നല്ല പപ്പടമാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പണ്ട് കേട്ടിട്ടില്ലേ പഴനുറുക്കെന്ന്? നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളിയാണ്.